താലിബാൻ എന്ന് പറയുന്നത് ഒരിക്കലും സ്ത്രീ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഒരു മിലിറ്റൻ്റ് ഓർഗനൈസേഷനാണ്. ബ്രിട്ടൻ അതിൻ്റെ മുകളിൽ സാങ്ഷൻ, ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ ഉപരോധമുണ്ട്, പല രാജ്യങ്ങളിലും ഉപരോധമുണ്ട്. അവിടെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പണം എടുത്ത് ഇതേപോലെ ഒരു റേഡിയോയുടെ ഓപ്പറേറ്റ്, ആ റേഡിയോയ്ക്കകത്ത് പറയുന്ന സംഭവങ്ങളാണ് ഏറ്റവും തമാശ. അപ്പം അതിനെപ്പറ്റി വാർത്ത വരികയാണ്. അതായത് ഖുറാൻ പഠിപ്പിക്കുന്ന സംഭവം BBC-ക്കകത്ത് വരുന്നു. അതായത് അവിടെയുള്ള സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തത് ഇസ്ലാമിക രീതിയാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. BBC-യുടെ കാര്യം പറയുന്നത്. അപ്പം വല്ലാത്ത രീതിയിൽ ഇസ്ലാമിക രീതിയിലും മതതീവ്രതയും മതഭീകരവാദവും അത് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ബ്രിട്ടൻ്റെ ഈ കാബൂൾ ബേസ്ഡ് റേഡിയോ പ്രക്ഷേപണം തുടങ്ങിയേക്കുന്നത്. വളരെ വർഷക്കാലമുണ്ട്. ഇപ്പോഴാണ് ഇത് പുതിയ ഇഷ്യൂ ആയി മാറിയിട്ട് ഹമാസിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻ്ററി ഇറക്കിയ ശേഷം. അതിന് 2 ദിവസം മുമ്പ് ബ്രിട്ടീഷ് കപ്പിൾ, ഭാര്യയും ഭർത്താവ് അവിടെ കാബൂളിൽ അവിടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു NGO നടത്തുന്ന ബ്രിട്ടീഷ് സിറ്റിസണാണ്. അപ്പം അവരെ ഈ ഇടയ്ക്ക് ഇവർ കയറി അങ്ങ് അറസ്റ്റ് ചെയ്തു, താലിബാൻ പോയി. കാരണം അവരുടെ കസ്റ്റഡി കിടക്കുകയാണ്. അപ്പം അതോടുകൂടിയാണ് ഇഷ്യൂ അങ്ങ് മാറിയത്.